പുലർച്ചെ 5 മണി ആയപ്പോഴേക്കും മക്കളെ എടുത്ത് അതുപോലെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ബാഗിലാക്കി ബാഗും എടുത്ത് ഞാനിവിടെ ചേളാരി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശരത്തേട്ടൻ്റെ കസിൻസ് എല്ലാവരും കൂടി ട്രാവലറും വിളിച്ചു വരുന്നുണ്ട്. തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഞാനിവിടെ ചേളാരി വന്ന് നിന്നത്. പോകുന്ന വഴിക്ക് രാവിലെ കുറച്ച് പേരൊക്കെ ഉറങ്ങുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ച് പേര് എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നത് കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതെ ഉറക്കം പിടിച്ചിരിക്കുന്നുണ്ട്. കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ശരവണ ഭവൻ എന്നുള്ളൊരു ഹോട്ടൽ കണ്ടു. അങ്ങനെ അവിടെ നിർത്തി. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മളിനി രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ആരവാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഇനി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? കൊച്ചി. ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾക്ക് വിട്ടുകൊടുത്തായിരുന്നു. കുട്ടികളോട് എവിടേക്കാണ് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് വെച്ചപ്പോൾ അവരെല്ലാവരും വണ്ടർലയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആലോചിച്ചപ്പോഴാണ് അവിടെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആണോ, കൂടാതെ വെള്ളത്തിലൊക്കെ കളിക്കുന്ന സമയത്ത് അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് മസ്തിഷ്ക ജ്വരമല്ലേ, അപ്പോൾ അത് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ ഞങ്ങൾ ആ ട്രിപ്പ് മാറ്റിയിട്ട് അതിന് പകരം ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കാണ് പോകുന്നത്. बात करने को कहने दो इनको जरा खामोशियां तेरी मेरी 11 ഏക്കർ വിസ്തൃതിയിൽ കൊച്ചി കാക്കനാടിനടുത്തായിട്ട് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന ബിസിനസ് സംരംഭകൻ തുടങ്ങി വെച്ചിട്ടുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്പോർട്സ്, ഗെയിംസ്, ജിമ്മ്, സാഹസിക പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ. അപ്പോൾ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോയിട്ടോ ആയില്ല. ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ട്രിപ്പ്. അപ്പോൾ കുട്ടികളെ മെയിനായിട്ടും ഹാപ്പി ആക്കി വെക്കാം, അതിന് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വെള്ളത്തിൽ കളിക്കാനൊന്നും ഇല്ലെങ്കിലും അതല്ലാതെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നേ. ഇപ്പം ചെറിയ ഇതുപോലുള്ള ജിമ്മും സംഭവങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി സൈക്കിൾ എടുത്തു. ഫ്രണ്ടിലിരിക്കുന്നവർ ചവിട്ടേണ്ട ആവശ്യമില്ല, ബാക്കിലിരിക്കുന്നവരാണ് സ്റ്റിയറിങ്ങും അതുപോലെ ചവിട്ടേണ്ടതും. പോട്ടെ ബ്രേക്ക് എങ്ങനെയാ? ചവിട്ടാൻ ഞാൻ നിൽക്കും തോന്നുന്നു അല്ലേ? ഗായ്സ്, അതിസാഹസികമായ യാത്രയാണ് ഞങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഗായ്സ്? നല്ല സുഖമുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ വൈകുന്നേരം റൂമിലൊക്കെ അങ്ങോട്ട് കാലുമില്ല. കൂടെ പോണ്ടേ? അവിടുന്ന് മലയാളം ഇങ്ങനെ വരും. മാക്സിമം ബാബു ബ്രേക്ക് പിടിച്ചതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബ്രേക്ക് പിടിച്ചോക്കെ ഇവിടെ നിർത്തേ വേണ്ട. തിരിക്കണം. Masha, Masha, Tata Masha, Tara Tara Tara.
ആ സ്പീഡ് കൂട്ടട്ടെ. ആ സ്പീഡ് വേണം, സ്പീഡ് വേണം. ഏതായാലും വണ്ടി ഏതായാലും ഓട്ടുമ്പോ ഇവർക്കിത് പറഞ്ഞാൽ വണ്ടിന്റെ സ്റ്റോറിക്ക് ആദ്യത്തെ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഞാൻ കയറിയത് ശരത്തേട്ടൻ്റെയും ചേച്ചീൻ്റെയും കൂടെയാണ്. അപ്പം ഞങ്ങൾ സൈക്കിൾ അവിടെ ചവിട്ടുന്ന സമയത്ത് ശരത്തേട്ടൻ അവിടെ സുഖിച്ച് വീഡിയോയും എടുത്തിരിക്കുകയായിരുന്നേ. നോക്കി ഷിനോ ചേട്ടനും ചേച്ചിയും പോണോക്ക് സൈക്കിളില്. സൂപ്പർ. ബിരിയാണി ബിരിയാണി. നീ അടുത്ത പിടിക്കേ, അടുത്ത പിടിക്കേ, അടുത്ത മുകളിൽ പിടിക്കേ, മുകളിൽ കയറി പിടി. യെസ് എന്നിട്ട് അടുത്ത ചവിട്ടേ, മുകളിലോട്ട് കയറി ചവിട്ടേ. അതന്നെ പൊന്തട്ടെ 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 പൊന്തട്ടെ, കാല് പൊന്തിക്ക്. യെസ് അതന്നെ. കുറേ നേരം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് കയറുന്നത്, അപ്പോൾ കയറുന്നതൊക്കെ എളുപ്പമാണ് എന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായ സമയത്ത് ശരത്തേട്ടനും ഇതേപോലെ കയറാൻ വേണ്ടിയിട്ട് നോക്കി. ഞാനും കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ ഇത് കയറി താഴെയൊക്കെ നമുക്ക് ഒരുവിധം പെട്ടെന്ന് കയറാൻ പറ്റും. മുകളിലേക്ക് എത്തും തോറും ഇതിൻ്റെ അകലം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു കാല് വെച്ചിട്ട് പിന്നെ മുകളിലേക്ക് അടുത്ത കാലെടുത്ത് വെക്കുമ്പം നമുക്ക് അത്രയും ഹൈറ്റ് കിട്ടണമെന്നില്ല. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് മുകളിലെത്തിയിട്ട് ആ ബസർ പ്രസ് ചെയ്തിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് സിപ്പ് ലൈൻ കയറാൻ വേണ്ടിയിട്ടായിരുന്നേ. സിപ്പ് ലൈനിൻ്റെ അവിടെ മിനിമം ഹൈറ്റ് 135 ഉണ്ടെങ്കിൽ മാത്രമേ അവർ എലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് നമുക്ക് ചാനലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ നിന്നുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ നമ്മളത് ഇട്ട് പിന്നെ മുകളിലേക്ക് കയറി പോകാനുണ്ട്. അത് വേണമെങ്കിൽ എനിക്ക് തന്നേക്കടി, ഞാൻ പിടിച്ചോളാം. നീ ആരെങ്കിലും തൊപ്പി നിങ്ങളുടെ തന്നേക്കാം, ഞാൻ പിടിച്ചോളാം. ഒരുപാട് കയറി പോവാനുണ്ട്. നമ്മളതാ ഇങ്ങനെ കയറി പോവുകയാണ്. നമ്മളിപ്പോ സിബ്ലൈൻ ചെയ്യാൻ പോവാണ്. ഒന്നും
ഉണ്ടാവില്ല മക്കളെ, ധൈര്യമായി പോകും. ഗൈസ്, അവർ നമ്മളോട് പറഞ്ഞത് സിപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് ക്യാമറ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അഴിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിപ്പ് ലൈൻ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാ ആക്ടിവിറ്റീസിലും കയറി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ 1:30-2 മണിയുടെ അടുത്തായിട്ടോ സമയം. ഇനി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോകുന്നത് റൂമിലേക്കാണ്. റൂം എടുത്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. വെക്കേഷനും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂംസ് നമ്മൾ നേരിട്ട് വരുമ്പോൾ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മറൈൻ ഡ്രൈവിൽ പോകാമെന്നായിരുന്നു. പക്ഷെ മറൈൻ ഡ്രൈവിലേക്ക് നോക്കിയ സമയത്ത് ട്രാഫിക് കൂടുതലാണ്, ക്രിസ്മസ് കൂടി ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ലുലു മാളിലേക്കാണ്. എറണാകുളത്ത് ലുലു മാളിൽ വന്നിരിക്കുകയാണ്. ഇത് നല്ല വലിയ ലുലു മാൾ. നമ്മൾ ആദ്യം മെട്രോ ലുലു കൂടെ നമ്മൾ ലുലു എൻട്രിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തോ മാപ്പ് നോക്കുകയാണ് ഗൈസ്. നമ്മുടെ അടുത്ത പ്ലാനിങ് എന്താ? അടുത്ത പ്ലാനിങ് നമ്മൾ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ മുകളിൽ കിഡ്സ് ഏരിയയിൽ പോകും. എന്നിട്ട് അവിടെ VR ഞാനും ആരോനിക്കും ചെയ്യണം എന്നുണ്ട്. സമ്മതിക്കണം. അതിന് ഇവർ സമ്മതിക്കോ നോക്കണം. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ജുറാസിക് പാർക്കാണ് എനിക്ക് ചെയ്യേണ്ടത്. പക്ഷെ അമ്മ റോളർ കോസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ ജുറാസിക് പാർക്ക് എന്താ ചെയ്യും ഗൈസ്, അടിച്ച് പൊളിക്കും നമ്മളിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മളെ ലുലു മോളിൻ്റെ മാപ്പാണ് ഗൈസ്. ആരും എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വാച്ചാണ് ഗൈസ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മാളിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ കൂട്ടം തെറ്റി പോകുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവർ ഇപ്പം നമ്മൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാനോ എന്നുള്ള പേരിൽ നമ്മളടുത്തുനിന്ന് ഓടിപ്പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് തന്നെ അവരെ പിടിച്ച് കൂടെ തന്നെ ഇരുത്തുമായിരുന്നു ഞങ്ങൾ ചെയ്തത്. മക്കളെ പേരും പറഞ്ഞ് ഓരോന്ന് വാങ്ങിച്ച് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് അവിടുന്ന് 2 കൈകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അൻഷുവിൻ്റെയും ആമീൻ്റെയും മദ്യ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ അത് തിരിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഫോട്ടോ എടുക്കാം. ഒരുപാട് നേരം ചുറ്റിക്കറങ്ങിയൊക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇനി നേരെ വരുന്നത് അരിപ്പ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. വരുമ്പോൾ തന്നെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. കയറി ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിനി നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ നാളെ ഹിൽ പാലസ് എന്നുള്ള കൊട്ടാരമാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.